കുറേ നാളുകളായി ഞാൻ എൻ്റെ വീഡിയോ ഇടാണ്ട് നേരം കിട്ടാറില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണമാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ തീ കത്തിച്ച് കഞ്ഞിയടുപ്പത്തിട്ട് കേട്ടോ. പുകയില്ലാത്ത അടുപ്പിൽ നമ്മുടെ തീ ഭംഗിയായി കത്തുന്നുണ്ട്. കുറച്ച് ചോറ് കാലത്ത് വയ്ക്കാറുള്ളത് നമ്മുടെ കഞ്ഞി തിളയ്ക്കണമല്ലോ കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് റവ ദോശയിന് അതിലേക്ക് കുറച്ച് നാളികേരം വേണം. പിന്നെ ചാള കറി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കറികളാണ് നമ്മൾ വെക്കണത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള നാളികേരം ഇവിടെ ആശ്ലി ചരവണുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതവിടെ വാഴ ഒടിഞ്ഞു. പിന്നെ നമ്മൾ റവയിലേക്ക് ഇടാനായിട്ട് ഒരു പച്ചമുളക്, കുറച്ച് സവോള, കുറച്ച് മല്ലിയില, ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് തേങ്ങ ഇടുള്ളൂ കേട്ടോ. ഇല്ല ബാക്കി നമുക്ക് ചാള കൂട്ടാനിക്കുള്ളതാണ്. ബേബി എവിടെ അവിടെ കിടന്ന് കുത്തഴിയിലേക്കിട്ട് എണ്ണ തേച്ച് കുളിക്കാറതിൻ്റെ അവനാ. അപ്പോൾ ഇതേ റവയും ഇതിൽ റവ 1 കപ്പ്, പിന്നെ 2 സ്പൂൺ തൈര്. ആ റവ അളന്ന പാത്രം കൊണ്ട് തന്നെ നമ്മൾ അതിൽ ആ അളവിൽ തന്നെ റവേര അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾ ഇട്ടിട്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതിങ്ങനെ നന്നായിട്ടത് അമർത്തി സോഫ്റ്റാക്കി നമ്മളത് ഒന്നും കൂടി പശാറ് പോലെ എടുക്കണം കേട്ടോ. ഇല്ല അപ്പോൾ കണ്ടോ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ അതിലിട്ടാൽ സൂപ്പറായിട്ട് കിട്ടും. കണ്ടതിങ്ങനെ നന്നായിട്ട് റവേനെ നമ്മൾ തൈരിൻ്റെ കൂടെ യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, സബോള, തേങ്ങ ഒക്കെ കൂടി നമ്മൾ മിക്സ് ആക്കാൻ പോകണം ഇതിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ അതനുസരിച്ച് വെള്ളം പാകാക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല ഒരു സ്മൂത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ നമുക്ക് കിട്ടും. വെജിറ്റബിൾ നമുക്ക് ചെല്ലും ചെയ്യും. നല്ല രസമായിട്ട് ഒരു ഉത്തപ്പം പോലത്തെ ഉത്തപ്പം ഇങ്ങനെ ഇനി ഉണ്ടാക്കാൻ തോന്നൂല, അരിപ്പൊടിയിൽ കലക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കണ പോലെ. പക്ഷെ ഇതിന് വേറെ ടേസ്റ്റ്, അതിന് വേറെ ടേസ്റ്റ് ഇട്ടാ അങ്ങനെ വരും. ഇനി നമുക്കത് വെള്ളം പാകാക്കുന്നതേ ഈ അളവിൽ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് വെള്ളം അതിന് പാകമായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ വരും. ഇനി നമുക്ക് ദോശ ഉണ്ടാകാം. വയ്ക്കാൻ പോണത് ചാളയിന് ഇട്ടാ. ദോശയുടെ വന്നപ്പോൾ ഇതേ എന്താണ് വെച്ചാണ് ഗോതമ്പിൻ്റെ മാവ് വാങ്ങിച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി, ഉരുളക്കിഴങ്ങ്, തക്കാളി. അപ്പം ഞാൻ ചാള കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ആഷിലേക്ക് ഡയറ്റായി കാരണം അവൾക്കൊക്കെ ചിക്കനാണ് ഓരോ കഷ്ണം വെക്കുക അവർ. അപ്പം പിന്നെ പച്ചക്കറി വേണമെങ്കിൽ പരിപ്പും തക്കാളിയും വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഈ നമ്മൾ രണ്ടാമത്തെ ദോശയും ആക്കുന്നുണ്ട്. അതെങ്ങനെയാ അങ്ങോട്ട് വന്നേ? ഇപ്പൊ ഇവിടെ ഇത്ര നേരം കൂടിയാകുമ്പോ ആരും ബെസ്റ്റ് പൊട്ടി റവ. അപ്പോൾ നമ്മുടെ റവ ദോശ കണ്ടത് ഇങ്ങനെ നമുക്കിത് പെട്ടെന്ന് എളുപ്പത്തിൽ മറിച്ചിടാനും എളുപ്പമാണ് കേട്ടോ. കുഴപ്പമില്ലാണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും. സൂപ്പർ ദോശയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളാം കേട്ടോ. ടേസ്റ്റും ഉണ്ട് സാധനം അതുപോലെ തന്നെ. അതിൽ നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തക്കാളി സവോളയും വാട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ മുഴുവൻ വെള്ളം കൂടി വാട്ടിയിട്ടിട്ട് തക്കാളി സവോളി നന്നായി വാടി വരട്ടെ. അതിൽ കിടന്നിട്ട് നമുക്ക് അതിൽ മുഴുവൻ വെള്ളം ഇട്ടിട്ട് പുളി ഉപ്പ് ഇട്ടിട്ട് ഒരു ചമ്മന്തി ആയിരിക്കും. സൂപ്പറായിട്ട് നമുക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി കിട്ടും. അപ്പോൾ തക്കാളി ചമ്മന്തിയൊക്കെ സെറ്റായി കഴിഞ്ഞ് ഉണ്ണീനൊക്കെ ആക്ച്വലി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളി കൂടാം. എന്നിട്ട് ഞാൻ ചോറൊക്കെ കൊടുന്ന് ഉച്ചിടാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉടുപ്പിൻ്റെ കൈ ഇങ്ങനെ കയറി വെക്കും. കൈ രണ്ട് എൻ്റെ വണ്ണം വയ്ക്കും. മസിലിൻ്റെ അവിടെ നീര് വരികയെന്ന് തോന്നുന്നു. അപ്പോൾ ഉടുപ്പിൻ്റെ കൈ കയറി അതാണ് ഞാൻ ഇറക്കിയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ മേത്ത് ചൂടിൻ്റെ കുരുക്കളാന്ന് തോന്നും. പുറത്തൊക്കെ ഇങ്ങനെ തണുത്ത് കിടക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയുന്നില്ല. അത് തൊക്ക് മാറ്റം വരും. ഞാൻ കുറേ എണ്ണയൊക്കെ പറ്റുന്നുണ്ടോ ഒന്നും ശരിയാവണില്ല. ചില നേരത്ത് കുറയും, ചില നേരത്ത് അത് കൂടുതൽ കാണിക്കും.
അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ചോറ് ഊറ്റിലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാളതൊക്കെ വേഗം കഴുകി വെച്ചു. കഞ്ഞി എനിക്ക് കുടിക്കാനുള്ളത് ഒരു ശേഖരം കഞ്ഞി കഴിഞ്ഞാൽ ചില ദിവസം കുടിക്കും. അപ്പോൾ ആ കാലത്തിൻ്റെ അടി ഞാൻ അതിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളുണ്ടെങ്കിൽ എല്ലാതും ഞാൻ ഓറി കഴിഞ്ഞ് അതാത് സ്ഥാനങ്ങളിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് നേരെ വിളിച്ചിട്ട് ഇത്ര സ്പീഡിലൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതൊരു സുഖം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒപ്പം നേരത്തെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വളരെ നേരത്തെ എനിക്കാറുണ്ട്. ജോലി കഴിഞ്ഞ് വന്നാൽ നിർത്തിയോട് കൂടിയിട്ട് ഞാനൊരു 7:30 രാവിലെ 7:15 ആയിട്ട് ഞാൻ എനിക്കുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയധികം പിന്നെ കൂടുതൽ സമയമൊന്നും കിടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ 7 മണിക്ക് കഴിഞ്ഞാൽ കിടന്നാൽ തന്നെ എനിക്ക് വയ്യെങ്കിൽ അല്ല ഇഷ്ടമല്ല ഒന്ന് കിടക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ദോശ കഴിക്കുന്നുണ്ട്. സൂപ്പർ ദോശീന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയണത് കണ്ട തക്കാളി ചമ്മന്തി നമ്മുടെ നല്ല ടേസ്റ്റ്. മുളക് ഇത്തിരി കൂടിയിരുന്നു മാത്രം. അതിൽ 2 മുളക് കൊണ്ട് കൊടുത്ത് 1 മുളക് ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഇന്ന് ചാക കുറച്ച് ചമ്മന്തിയല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. സൂപ്പർ ചമ്മന്തി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ദോശ കഴിക്കുന്നു. സൂപ്പറാന്നിപ്പോൾ നമ്മുടെ ആഷ്കും പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമായി. ജോനും പറഞ്ഞു കേട്ടോ നല്ലതാണ്. ചാള കറി വെന്തു. പിന്നെ നമ്മുടെ ചോറ് വേവിച്ചൂറ്റിട്ടു. പിന്നെ നമ്മൾ കുപ്പികളിലൊക്കെ വെള്ളം നിറച്ചു. ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മീൻകറിയൊക്കെ വെച്ച് ചോറ് പണി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഉച്ചവരിക്കുള്ള എൻ്റെ ചെറിയ ചെറിയ പണികളാണ് അത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചാളയിൽ കൂട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ റവ കൊണ്ടുള്ള ദോശ നല്ല ടേസ്റ്റായിട്ടാണ്. തക്കാളി ചമ്മന്തി മുളക് ഇത്തിരി കൂടിയാണ്. 2 മുളക് കൊണ്ട് 1 മുളക് ഇട്ടാൽ മതിയാകും. കുറച്ച് ചമ്മന്തി ചെയ്തുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. റവയിൽ തൈര്, അത് റവ എടുത്ത അളവിൽ തന്നെ വെള്ളം, പിന്നെ വെജിറ്റബിൾസ് കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വിസ്കോണ്ട് നന്നായിട്ട് തൈരും റവയും കൂടി മിക്സ് ആക്കിയാലേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു ഭയങ്കര സ്മൂത്തി ആയിരിക്കും. ഞങ്ങൾ കയ്യിലോണ്ടാണ് ഇളക്കിയത്. വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അത് ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്തി ആയിട്ട് ആ സാധനം കിട്ടും. ഇത് നമ്മൾ വെജിറ്റബിൾ അതിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അരിപ്പൊടിയില്ല, ഉഴുന്നില്ല, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കി വെച്ചിട്ടില്ല തലേ ദിവസത്തേക്ക്, അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് ഒരു 4 ഉണ്ടാക്കണമെങ്കിൽ ടേസ്റ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു സംഭവം. പിന്നെ ഞാൻ അത് കഴിഞ്ഞു ചെടിയുടെ അവിടേക്ക് പോയി. ചെടിയൊക്കെ നന്നായി കൂടുന്നുണ്ട് കേട്ടോ. ചെടിയുടെ അവിടേക്കൊക്കെ പോയി ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് കുതിർത്ത് വെച്ചതൊക്കെ ചെടിക്ക് വെച്ചു. ചാണകപ്പൊടി വെള്ളത്തിലുണ്ടായിരുന്നു, അത് ഞാൻ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. ഒക്കെ കഴിഞ്ഞ് ഞാൻ കയറി വന്നു കേട്ടോ. അപ്പോൾ ഇതിനൊന്നും എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ.